സർക്കാരിനോടുള്ള പ്രമോദ് ക്രിസ്റ്റിന്റെ അഭ്യർത്ഥനയാണ്. ഷാനു വിനീത് നാരായണൻകുട്ടിയും ഹായ് പറയുന്നുണ്ട്. രണ്ടുപേർക്കും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുകയാണ്. നമ്മുടെ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലെ ഒരു പ്രതിഷേധ വാർത്തയിലേക്കാണ് ഇനി. കോളേജിൽ ആവശ്യത്തിന് അധ്യാപകർ ഇല്ലാത്തതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രക്ഷിതാക്കളാണ്. പ്രശ്നം പരിഹരിക്കാൻ സർവകലാശാലയും സംസ്ഥാന സർക്കാരും തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപമാണിപ്പോൾ ഉയരുന്നത്. കോളേജ് ക്യാമ്പസുകളിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സമരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ പടന്നക്കാട് കാർഷിക കോളേജിലെ രക്ഷിതാക്കളുടെ സമരം സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ്. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പടന്നക്കാട് കാർഷിക കോളേജിൽ പകരക്കാരെ നിയമിക്കാതെ സ്ഥലം മാറ്റി നൽകിയതോടെ സ്ഥിരം അധ്യാപകരില്ലാത്ത പഠന വകുപ്പുകളുടെ എണ്ണം 4ആയി. ആകെ 61 അധ്യാപക തസ്തികകളുള്ളതിൽ 34 തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. കോളേജിലെ 6 ഡിപ്പാർട്ട്മെന്റുകളിൽ വകുപ്പ് തലവന്മാരില്ല. 5 പേർ PhD കോഴ്സ് ചെയ്യാൻ അവധിയിലാണ്. ഈ സമരം ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ക്ലാസ്സുകളാണ് നഷ്ടപ്പെടുന്നത്. മറ്റുള്ള പാരലൽ കോളേജോ സ്കൂളുകളോ പോലെയല്ല ഈ പ്രൊഫഷണൽ കോളേജ്. കുട്ടികളെ ഓരോ ദിവസത്തിനും ഓരോ മണിക്കൂറിനും വാല്യൂ ഉള്ള സംഭവമാണ്. അതുകൊണ്ട് കുട്ടികളെ ഞങ്ങൾ സമരത്തിലേക്ക് ഇറക്കണ്ട, ഇതിന് രക്ഷിതാക്കൾ തന്നെ ഏറ്റെടുക്കാം എന്നുള്ളത് കൊണ്ടാണ് രക്ഷിതാക്കൾ സമരരംഗത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. കോളേജിൽ അധ്യാപകക്ഷാമം നേരത്തെ PTA മുഖ്യമന്ത്രിയുടെയും കൃഷിവകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. 2 അധ്യാപകരെ നിയമിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരുന്നെങ്കിലും കൃഷിവകുപ്പിൽ നിന്ന് യാതൊരു മറുപടിയും ലഭിച്ചില്ല. എല്ലാ വർഷവും ഒരു സമരം വീതം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു ട്രാൻസ്ഫർ വരികയും അതിൽ അധ്യാപകർ പോവുകയും ചെയ്തു. അതിൽ നമ്മൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ നേരെ തൃശ്ശൂർ ചെന്ന് സമരം ചെയ്ത് ജനറൽ കൗൺസിലിൽ മീറ്റിംഗ്, ഞാൻ ജനറൽ കൗൺസിൽ അംഗമാണ്, ജനറൽ കൗൺസിൽ മീറ്റിംഗ് കൂടെ വെച്ച് അങ്ങനെ ഒരു ദിവസത്തെ സമരവും ചെയ്തിട്ടാണ് അന്ന് 4 അധ്യാപകരെ നമുക്ക് വിട്ടുകിട്ടിയത്. 2023 സെപ്റ്റംബറിൽ സ്ഥിരം അധ്യാപകരെ നിയമിക്കാത്തതിനെതിരെ കോളേജ് അധ്യാപക രക്ഷകർതൃ സമിതി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കാർഷിക സർവകലാശാല ഇതിന് മറുപടി നൽകിയിരുന്നില്ല. സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിച്ച് ഉടൻ നിയമനങ്ങൾ നടത്തിയില്ലെങ്കിൽ സർവകലാശാലയ്ക്ക് മുന്നിൽ സമരം നടത്താനാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം. പടന്നക്കാട് കാർഷിക കോളേജിന്റെ കാര്യത്തിൽ അധ്യാപക സംഘടനകളുടെ സമ്മർദ്ദം സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുകയാണ്. അക്കാദമിക് രംഗത്ത് ഒരു നാടിനെ തന്നെ ഉയർച്ചയിലെത്തിക്കേണ്ടവർ ഒരു ജില്ലയെ പിന്നോക്കമെന്ന് വിധിയെഴുതി മാറ്റി നിർത്തുന്നുവെന്നാണ് ആരോപണം. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഒട്ടേറെ കുട്ടികളുടെ ഭാവിയെ കരുതിയെങ്കിലും അവിടെ അധ്യാപകരെ നിയമിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതികരണങ്ങളിലേക്ക്. നിലവിൽ കേരള കാർഷിക സർവകലാശാലയിൽ ഒരു ട്രാൻസ്ഫർ നോംസ് ഇല്ല. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായി പുതുതായി റിക്രൂട്ട് ചെയ്യുമ്പം ഇവിടത്തേക്കൊരു റിക്രൂട്ടിംഗ് സെൻറ്റർ എന്ന നിലയിൽ ഈ കേന്ദ്രത്തിലേക്ക് അധ്യാപകർ വരികയും പിന്നീട് അവർ പ്രൊമോഷൻ കിട്ടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യങ്ങളുള്ള വെള്ളാനിക്കര അതുപോലെ വെള്ളായണി പോലെയുള്ള കേന്ദ്രങ്ങളിലേക്ക് സ്ഥലമാറ്റം വാങ്ങി പോവുകയും ചെയ്യുകയാണ്. സീരിയസ് ആയിട്ട് എടുക്കേണ്ട കോഴ്സിന് ഇത്രയും വെറും LKG UKGയിലൊക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ ലാഘവത്തോടെ ഇങ്ങനെ അധ്യാപകർ മാറി മാറി വരുന്നതും ആവശ്യത്തിന് അധ്യാപകരില്ലാത്തതും നമ്മളെ സംബന്ധിച്ച് വലിയൊരു വിഷമഘട്ടത്തിലാണ്. പ്രാവശ്യം വന്ന ഒരു ജനറൽ ട്രാൻസ്ഫറിൽ 4 പേരെ ഇവിടെ നിന്ന് മാറ്റുകയും പകരം നമുക്ക് ഒരാളെ മാത്രമേ തന്നിട്ടുള്ളൂ. നിലവിലെ അവസ്ഥ അനുസരിച്ച് നമുക്ക് മേധാവികളില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റ് വരെയുണ്ട്. ഓരോ വിഭാഗത്തിലെയും മേധാവികളാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അവർ പോകുന്ന സ്ഥിതിക്ക് PG PhD ക്ലാസ്സുകാർക്ക് ക്ലാസ് എടുക്കാൻ അധ്യാപകരില്ല. അതൊക്കെ വലിയൊരു പ്രശ്നമായിട്ടാണ് വരുന്നത്. കാരണം പെർമനൻറ്റ് അധ്യാപകരില്ല, പകരം ഞങ്ങൾക്ക് താത്കാലികമായാണ് അധ്യാപകരെ കിട്ടുന്നത്. കഴിഞ്ഞ ആഗസ്റ്റിൽ ഞങ്ങളൊരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി, അവിടെ പോയിട്ടാണ് സമരം നടത്തിയത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കിവിടെ താൽക്കാലിക